നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ കാരണഭൂതൻ, നമ്മുടെ രക്ഷകൻ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോവുകയാണെന്നല്ല, പോയി കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ വിമാനം കയറി അതീവ രഹസ്യമായി നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് ആരൊക്കെ കൂടെ പോകുന്നുണ്ട് എന്നത് രഹസ്യമാക്കി വെച്ച് വിട്ടുപോവുകയാണ്. ആരും അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. പക്ഷെ ആളുകൾ അറിഞ്ഞു. കാരണം തൊട്ടു മുമ്പാണ് മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണത്. നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയ്ക്ക് പോകുന്നത്? ചികിത്സിക്കാൻ. 2016 മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയ പോക്കാണ് 2018 മുതൽ. അനേകം തവണ അമേരിക്കയിലെ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കുന്നു. ഇനി CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെലവ് വഹിച്ചതെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അല്ല, എന്റെയും നിങ്ങളുടെയും നികുതി പണത്തിൽ നിന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 മുതൽ വിദേശ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നത്. നമ്മുടെ അവകാശമല്ലേ? അദ്ദേഹത്തിന് എന്ത് രോഗമാണെന്നറിയാൻ. അദ്ദേഹത്തിന് പനിക്ക് ചികിത്സിക്കാൻ പോകുന്നതാണോ, അതോ ജലദോഷത്തിന് ചികിത്സിക്കാൻ പോകുന്നതാണോ, അതോ അരിയസിന് ചികിത്സിക്കാൻ പോകുന്നതാണോ? എന്ത് രോഗമാണ് എന്നറിയാനുള്ള അവകാശം നമുക്കുണ്ട്, നമ്മുടെ ചെലവിലായതുകൊണ്ട്. ചിലരൊക്കെ പറയും പ്രൈവസി ആണെന്ന്. പ്രൈവസി സൂക്ഷിക്കാം സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുത്താൽ. മുഖ്യമന്ത്രിയുടെ ചികിത്സ നമ്മുടെ അക്കൗണ്ടിൽ നിന്നാണെങ്കിൽ എന്തിന് ചികിത്സിക്കുന്നു നമുക്കറിയണം. അത് നമ്മുടെ അവകാശമാണ്. അത് നമ്മളോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ പോട്ടെ, എന്തിനാണ് അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുന്നത്? ഇന്ത്യ അത്ര മോശമാണ്? ഇന്ത്യയിലെ 140 കോടി ജനങ്ങളും അമേരിക്കയിൽ പോയാണ് ചികിത്സിക്കുന്നത്. അംബാനി പോയി ചികിത്സിച്ചാൽ നമുക്ക് മനസ്സിലാവും, അദാനി പോയി ചികിത്സിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇനി മമ്മൂട്ടിയോ മോഹൻലാലോ പോയി ചികിത്സിക്കട്ടെ സ്വന്തം കയ്യിലെ കാശുകൊണ്ടാണ്. പിണറായി വിജയനും ചികിത്സിക്കട്ടെ സ്വന്തം കയ്യിലെയോ മക്കളുടെയോ പണം കൊണ്ടാണെങ്കിൽ. ഈ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ പോകുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അമേരിക്കയ്ക്ക് പോയി എന്ന് നമ്മൾ അറിയണം. നമ്മുടെ അവകാശമാണത്. ഇനി രോഗത്തിന്റെ വിവരം പറയാൻ കഴിയില്ലെങ്കിൽ അവിടെ ഉള്ളൂ എന്ന് പറയണം. ഖജനാവിൽ നിന്ന് പണം എടുക്കരുത്. പാർട്ടി ബക്കറ്റും കൊണ്ട് മുമ്പോട്ട് പോയാൽ പണം കിട്ടുമല്ലോ എന്നിട്ട് അവർ ചെയ്തു. അതൊക്കെ പോട്ടെ, പിന്നെ എന്തിനാണ് രാവിലെയും വൈകുന്നേരവും ഇവിടെ എണീറ്റ് നിന്നുകൊണ്ട് തള്ളുന്നത്? ലോകത്തിന്റെ ആരോഗ്യ തലസ്ഥാനമാണെന്ന് പറയുന്നത്. അപ്പോഴും ചോദ്യം, അമേരിക്കയ്ക്ക് ചികിത്സിക്കാൻ ടിക്കറ്റും ബുക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ടും ഡോക്ടർ ഹാരിസിനെ എന്തെല്ലാം പറഞ്ഞ് അധിക്ഷേപിച്ചു. പിണറായി വിജയനേക്കാൾ എത്രയോ യോഗ്യതയുള്ള ആളാണ് ഡോക്ടർ ഹാരിസ്. ഡോക്ടർ ഹാരിസ് അന്തസ്സായി പരീക്ഷ എഴുതി MBBS പഠിച്ച് യൂറോളജിയിൽ PG ചെയ്ത് 24 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 365 ദിവസം ജോലി ചെയ്യും. പിണറായിയെ പോലെ ഒരു ആനുകൂല്യവും കൈപ്പറ്റാറില്ല. അദ്ദേഹത്തോട് നിങ്ങൾ പറഞ്ഞത് എന്താണ്? കേരളം സ്വർഗരാജ്യമാണ്, ആരോഗ്യരംഗത്ത് കേരളം ലോകത്തെ ക്യാപിറ്റലാണ്, അതിന്റെ മഹിമ ഇല്ലാതാക്കാൻ വേണ്ടി ഡോക്ടർ ഹാരിസ് പ്രവർത്തിച്ചു എന്നാണ്. ഇങ്ങനെ മഹത്തായ ഒരു ഹെൽത്ത് ക്യാപിറ്റലാണ് കേരളമെങ്കിൽ പിന്നെ എന്തിനാണ് മിസ്റ്റർ വിജയൻ നിങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നത്? നിങ്ങളുടെ അരിയസിന് ചികിത്സിക്കാൻ, നിങ്ങളുടെ പനിക്ക് ചികിത്സിക്കാൻ ഇവിടുത്തെ ഡോക്ടർമാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ്, ഇവിടുത്തെ ആശുപത്രിയിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ്.